ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസ്. ബാക്കിയുള്ള എല്ലാ ഡാറ്റാ സ്ട്രക്ചറും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ട്രീനെയും നമുക്ക് രണ്ട് തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് അറേ, ദെൻ ലിസ്റ്റായിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് വഴി നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അറേ ആണെങ്കിൽ എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, നമുക്ക് സൈസ് നേരത്തെ അറിഞ്ഞിരിക്കണം. ലിങ്ക്ഡ് ലിസ്റ്റ് ആകുമ്പോഴത്തേനും അത് ഡൈനാമിക് ആണ്. ദെൻ നമുക്ക് ഇപ്പോൾ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഒരു ട്രീ. ഇതിനെ നമുക്ക് അറേ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതായത് ഇതാണ് നമ്മുടെ അറേ. അറേക്കകത്ത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യണം. നമ്മൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 0th പൊസിഷനിൽ നമ്മൾ റൂട്ട് നോഡിനാണ് ഇടുന്നത്. 0th പൊസിഷനിൽ നമ്മൾ റൂട്ട് നോഡിനാണ് ഇടേണ്ടത്. ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ആരിടണം എന്നുള്ളതാണ്. അതായത് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. റൂട്ട് കഴിഞ്ഞ് നമുക്കറിയാം ഇത് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആദ്യം എപ്പോഴും ഈ ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂട്ട് നോഡ് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് ചൈൽഡ് കഴിഞ്ഞിട്ടേ റൈറ്റ് ചൈൽഡിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡിനെ നമ്മൾ ആദ്യം നോക്കാം, കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ നമുക്ക് ലെഫ്റ്റ് ചൈൽഡാണ് ഇടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ലെഫ്റ്റ് ചൈൽഡിൻ്റെ നമുക്ക് ലെഫ്റ്റ് ചൈൽഡ് എവിടെ ഇടണം എന്നുള്ള പൊസിഷൻ ഇടണം എന്നുള്ളത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2n+1. റൈറ്റ് ചൈൽഡ് നമുക്ക് ഏത് പൊസിഷനിലോട്ട് ഇടണം എന്നുള്ളത് 2n+2. ഈ n എന്ന് പറയുന്നത് ആ ചൈൽഡിൻ്റെ പാരൻറ്റ് നോഡിൻ്റെ പൊസിഷനാണ്. എന്ത് ഇൻഡെക്സ് ആണ്, എന്ത് പാരൻറ്റിൻ്റെ നോഡാണ് ഈ n എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ n = 0 ആണ്. അതായത് ബിൻ്റെയും സിൻ്റെയും പാരൻ്റ് എന്ന് പറയുന്നത് a ആണ്. അതുകൊണ്ട് n = 0 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബിയുടെയാണ് പൊസിഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 × 0 + 1 = 1. അപ്പോൾ ഒന്നാമത്തെ അറേയുടെ അതിനകത്ത് ആരെ ഇടണം, ബി എന്നിടണം. ഇനി റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സി റൈറ്റിലാണ് കിടക്കുന്നത്. ദെൻ 2 × 0 + 2 ഏതാണെന്ന് നോക്കുക, ദാറ്റ് ഈസ് 2 ആണ്. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് നമ്മുടെ അറേയുടെ 2-നകത്ത് സി ഇട്ടു. ഇനി നമ്മുടെ ആരാണ്, ഡി ആണ് കിടക്കുന്നത്. ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് ചൈൽഡാണ്. ഡിയുടെ പാരൻ്റ് എന്ന് പറയുന്നത് ആരാണ്, ബി ആണ്. ബിയുടെ പൊസിഷൻ അപ്പോൾ ഏതായിരിക്കും, 1 ആണ്. അപ്പോൾ ലെഫ്റ്റിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ 2 × 0 അല്ല, പാരൻറ്റിനോട് മാറി. ആരാ, അപ്പോൾ ഡിയുടെ പാരൻറ്റിനോട് ബി ആണ്. സോ ബിയുടെ പൊസിഷനിൽ എവിടെയാണ് കിടക്കുന്നത്, 1-ലാണ്. അപ്പോൾ 2 × 1 + 1, അതായത് 2 + 1 3. മൂന്നാമത്തെ പൊസിഷനിലാണ് ആരിടേണ്ടത്, ഡീനെ ഇടേണ്ടത്. ഇനി നമ്മുടെ ഇ എന്ന് പറയുന്നത് റൈറ്റ് ആണ്. പാരൻറ്റിനോട് എന്ന് പറയുന്നത് ബി ആണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 2 × 1 + 2 = എത്രയായിരിക്കും, 2 + 2 = 4. സോ ഇ ഇവിടെ വരും. ഇനി നമുക്ക് അടുത്തത് എഫും ജിയും വരേണ്ടത് എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എഫും ജിയും നമുക്ക് എവിടെയാണെന്ന് വരേണ്ടത് നോക്കാം. എഫ് എന്ന് പറയുന്നത് സിയുടെ ലെഫ്റ്റ് ചൈൽഡാണ്. പാരൻറ്റിനോട് സി ആണ്. സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 × 2 + 1, അതായത് 4 + 1 = 5 വരും. 5th പൊസിഷനിൽ ആരായിരിക്കും, എഫ് ആയിരിക്കും. ദെൻ റൈറ്റ് ചൈൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 × n+2. n എന്ന് പറയുന്നത് സി ആണ്. സിയുടെ വാല്യൂ 2, ദാറ്റ് ഈസ് 2 × 2 + 2, 4 + 2 = 6ൽ ജിയിൽ പൊസിഷൻ വരും. ദെൻ ഇനി എച്ചും ഐനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എച്ച് നമുക്ക് എങ്ങനെ എടുക്കേണ്ടത്, ഡി ആണ് പാരൻറ്റിനോട്. ഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ ലെഫ്റ്റ് ആയതുകൊണ്ട് എന്തായിരിക്കണം, 2 × ഈ ഡിയുടെ പൊസിഷൻ 3 + 1, അതായത് 7th പൊസിഷനിൽ എച്ച് കിടക്കും. ദെൻ ഐ എന്ന് പറയുന്നത് റൈറ്റ് ചൈൽഡ് ആണ്. ദെൻ 2 × 3 വന്നത് ഡിയുടെ പൊസിഷൻ കിടക്കുന്നത് 3 ആണ്. ഡി എന്ന് പറയുന്നതാണ് ഐയുടെ പാരൻറ്റ്. ദെൻ 2 × 3 + 2, അതായത് 6 + 2 = 8. 8-നകത്ത് ഐ വന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേയിലെ ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇത് വാക്കൻ്റ് ആയിട്ട് കിടക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈസ് കൊടുത്തു മാത്രം. അതുപോലെ ചിലപ്പോൾ വാക്കൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ വേസ്റ്റേജ് വരും. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് നമുക്കിതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമുല ആണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് നോക്കേണ്ടത്. ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ്
n എന്ന് പറയുന്നത് പാരൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2n+1 ദെൻ റൈറ്റ് എന്ന് പറയുന്നത് 2n+2 എന്നാണ്. ഇനി റൂട്ട് നോഡിൻ്റെ ഇത് കാണണമെങ്കിൽ നമ്മൾ എന്നോട് കാണുന്നത് ഫ്ലോർ n-1/2 n=0 ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ 0-2 എന്ന് പറയുമ്പോൾ ഫ്ലോർ എന്ന് ഇവിടെ ഉണ്ട്. ഫ്ലോർ 0-1 to -1/2 വരും. -1/2 എന്ന് പറയുന്നത് -0.5 ആണ്. സോ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് കളയും. ദെൻ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് നോഡ് എപ്പോഴും എന്തായിരിക്കും 0th പൊസിഷനിലാണ് വരിക. അതായത് റൂട്ട് നോഡ് 0th പൊസിഷൻ. പാരൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ ചൈൽഡിൻ്റെയും വരുമ്പോഴത്തേനും പാരൻറ്റിൻ്റെ n മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അപ്പോൾ അറേ റെപ്രസെൻറ്റേഷൻ, ബൈനറി ട്രീയുടെ അറേ റെപ്രസെൻറ്റേഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലിങ്കഡ് റെപ്രസെൻറ്റേഷൻ. ലിങ്കഡിൻ്റെ ഇതെങ്ങനെയാണ് നമ്മുടെ നോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഡാറ്റ ദെൻ റൈറ്റ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ട്രീനെ നമ്മൾ എന്താക്കി മാറ്റണം? ലിങ്കഡ് ലിസ്റ്റ് ആക്കി മാറ്റുക. അതായത് ലെഫ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീയിലോട്ടുള്ള അഡ്രസ്സും പോവും. റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് സബ് ട്രീയിലോട്ടുള്ള അഡ്രസ്സ് പോവും. ഇപ്പം നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ലിങ്കഡ് ലിസ്റ്റ് ആക്കണം. അപ്പോൾ റൂട്ട് നോഡ് നമ്മൾ 55 എന്ന് എഴുതി. ദെൻ ലെഫ്റ്റ് നിന്ന് നമ്മൾ എങ്ങോട്ട് പോവാണ്? 6 എന്നൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. 6 നോഡ്. റൈറ്റിൽ നിന്ന് നമ്മൾ 7 നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ 6ന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് ചൈൽഡ്. ദെൻ 6ൻ്റെ റൈറ്റിൽ ഉണ്ട് 9 എന്ന് പറയുന്ന ഒരു നോഡ് കിടപ്പുണ്ട്. 7-നകത്ത് പിന്നെ ഇല്ല. ദെൻ 8ൻ്റെ ലെഫ്റ്റിനകത്ത് എന്തുണ്ട്? 11 എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നള്ള്. അപ്പോൾ ഇവിടെ നള്ളായിരിക്കും. അതുപോലെ ഇവിടെ നള്ള് വരും. ദെൻ ഇവിടെ നള്ള് വരും. ഇവിടെയും നള്ള് വരും. ഇതാണ് എന്ത്? ലിങ്കഡ് ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ബൈനറി ട്രീയിലെ ഓരോ നോഡിനും എന്തുണ്ട്? ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡ് ഉണ്ട്. നമ്മൾ മറ്റേതിനകത്ത് നമ്മൾ അഡ്രസ്സാണ് കാണിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ചൈൽഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലെഫ്റ്റ് സബ് ട്രീയിലോട്ടും റൈറ്റ് സബ് ട്രീയിലോട്ടും. ഇപ്പോൾ ഒരു നോഡിനകത്ത് എന്താ വരുന്നത്? ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡ് ഉണ്ട്, ഡാറ്റ ഫീൽഡ് ഉണ്ട്. ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ലിങ്കിലോട്ട് പോയിൻ്റ്, അതായത് ഏതോ ഒരു ലെഫ്റ്റ് സബ് ട്രീയുടെ അഡ്രസ്സിലോട്ട് അതിനെ പോയിൻ്റ് ചെയ്യുന്നു. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സബ് ട്രീ അഡ്രസ്സിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. ഡാറ്റ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമേഷൻസ്, ആ നോഡിൻ്റെ ഇൻഫോർമേഷൻസ്. ഇനി എന്താ? നമുക്ക് ആ നോഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്റ്റ് വെച്ചിട്ട്. സ്ട്രക്റ്റ് നോഡ്. ദെൻ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഡാറ്റ കൊടുക്കണം. ഇൻറ്റ് ഡാറ്റ എന്ന് കൊടുക്കുന്നു. ഇൻറ്റ് ഡാറ്റ എന്ന് കൊടുത്തു. പിന്നെ ആരാ നമുക്കുള്ളത്? ഈ നോഡും ഉണ്ട്, അതായത് ഈ ലെഫ്റ്റ് ഭാഗമുണ്ട്, റൈറ്റും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? പോയിൻ്ററാണ്. പോയിൻ്റർ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണത്? ഇതേ നോഡിൻ്റെ പോയിൻ്റർ ആയതുകൊണ്ട് നമ്മൾ സ്ട്രക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിങ്കഡ് ലിസ്റ്റിന് എന്തെന്ന് പറയുന്നത്? സെൽഫ് റിഫറൻഷ്യൽ ഡാറ്റ സ്ട്രക്ചർ എന്നും കൂടി പറയുന്നത്. സോ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ലെഫ്റ്റ്, ദെൻ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ റൈറ്റ്, ദെൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ചൈൽഡും ഇവിടെ റൈറ്റ് ചൈൽഡായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ലിങ്കഡ് ലിസ്റ്റ്. അപ്പോൾ ലിങ്കഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അഡ്വാൻറ്റേജസ്. വേസ്റ്റേജ്, മെമ്മറിയുടെ വേസ്റ്റേജ് വരുന്നില്ല. കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളതിൻ്റെ നോട്ട്സ് നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഇൻസേർഷനും ഡിലീഷൻ ഓപ്പറേഷൻസും വളരെ എളുപ്പമായിട്ട് ഇതിനകത്ത് നടക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡയറക്റ്റ് ആക്സസ് പറ്റത്തില്ല. പിന്നെ അഡീഷണൽ സ്പേസ് വേണ്ടി വരും. അഡീഷണൽ സ്പേസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിവിടെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാം അല്ലേ? ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് അഡീഷണൽ ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസ് എന്ന് പറയുന്നത്.